ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ രാജുവേട്ടനെ നായകനാക്കി ബ്ലെസ്സി സംവിധാനം ചെയ്തൊരുക്കിയ പാൻ ഇന്ത്യൻ സർവൈവൽ ഡ്രാമ സിനിമയായിരുന്നു ആടുജീവിതം. 80 കോടി രൂപയോളമാണ് സിനിമയുടെ ബഡ്ജറ്റായി പറഞ്ഞിട്ടുള്ളത്. റിലീസിന് മുമ്പ് തന്നെ വൻ പ്രീസെയിൽ നേടിയ ചിത്രം റിലീസ് കഴിഞ്ഞതിന് ശേഷവും കൊലത്തൂക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ വേൾഡ് വൈഡായി 16 കോടി 70 ലക്ഷം നേടിയ സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 2 ദിവസം കൊണ്ട് 10 കോടി 75 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് 1 കോടി 70 ലക്ഷവും തെലുങ്കിൽ നിന്ന് 90 ലക്ഷവും തമിഴ്നാട്ടിൽ നിന്ന് 1 കോടി 90 ലക്ഷവും നോർത്ത് ഇന്ത്യയിൽ നിന്ന് 70 ലക്ഷവും കിട്ടിയിട്ടുണ്ട്. 2 ദിവസത്തെ ടോട്ടൽ ഇന്ത്യൻ കളക്ഷൻ 15 കോടി 95 ലക്ഷം രൂപയും ടോട്ടൽ ഓവർസീസ് കളക്ഷൻ 14 കോടി 55 ലക്ഷം രൂപയുമാണ്. സിനിമയുടെ വ്യാഴം വെള്ളി എന്നീ 2 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 30 കോടി 50 ലക്ഷം രൂപയാണ്. ശനി ഞായർ ദിവസം കൊണ്ട് തന്നെ ചിത്രം വേൾഡ് വൈഡായി 50 കോടി കടക്കുമെന്നും ഉറപ്പായിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നസ്ലിൻ, മമിത ബൈജു എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ റോംകോം സിനിമയായിരുന്നു പ്രേമലു. 59 കോടി 31 ലക്ഷം രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്ന് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 28 കോടി 65 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 42 കോടി രൂപയും ചിത്രം നേടിയിട്ടുണ്ട്. പ്രേമലുവിൻ്റെ ഇതുവരെയുള്ള ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 130 കോടി രൂപയാണ്. വെറും 9 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ മോളിവുഡിലെ തന്നെ ഏറ്റവും ലാഭം നേടിയ സിനിമയായി മാറിക്കഴിഞ്ഞു. സൗബിൻ, ശ്രീനാഥ് ബാസി എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ സർവൈവൽ സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ചിത്രം ഇതുവരെ കേരളത്തിൽ നിന്ന് 66 കോടി 41 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 77 കോടി 26 ലക്ഷവും വിദേശത്ത് നിന്ന് 71 കോടി 30 ലക്ഷവും സിനിമയ്ക്ക് കിട്ടി. ഇതുവരെയുള്ള സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 214 കോടി 70 ലക്ഷം രൂപയാണ്. മോളിവുഡിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ സിനിമയായി മഞ്ഞുമൽ ബോയ്സ് മാറിക്കഴിഞ്ഞിരുന്നു. ഈ റെക്കോർഡ് മറികടക്കാൻ ഇനി മറ്റ് സിനിമകൾ കുറച്ചൊക്കെ വിയർക്കുമെന്നാണ് തോന്നുന്നത്. ആടുജീവിതം മഞ്ഞുമൽ ബോയ്സിനെ വീഴ്ത്തുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും 2024 മോളിവുഡ് അങ്ങ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരാനുള്ളതൊക്കെയാണെങ്കിൽ അടാർ ഐറ്റംസും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും കൂടി പരിഗണിക്കുക.